ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജോബിൻ്റെ പുസ്തകം മൊത്തം 42 അധ്യായങ്ങളാണ്. നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം ഇന്ന് ധ്യാന വിഷയമാക്കുകയാണ്. 42-ാം അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വചനം, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഐശ്വര്യം തിരിച്ചു കിട്ടും. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഐശ്വര്യം തിരിച്ചു കിട്ടും. ഇത് ചുറ്റും വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ജോബിൻ്റെ പുസ്തകം 42 അധ്യായങ്ങളാണുള്ളത്. ജോബിൻ്റെ പുസ്തകം 42 അധ്യായങ്ങളിൽ അത് ആരംഭിക്കുന്ന 1-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വചനം പറയുന്നത് ജോബിൻ്റെ ഭവനത്തിനും അവൻ്റെ സമ്പത്തിനും ചുറ്റും കർത്താവ് വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയെന്നാണ്. അപ്പോൾ ഒരു ദൈവ പൈതലിനെ ദൈവം എത്രമാത്രമാണ് പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ച ഒരു വചനത്തിൽ ഒരു വാക്ക്, ജോബിൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് അവൻ്റെ ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു. ഐശ്വര്യം വേണം, ഒരു ദൈവാനുഗ്രഹം വേണം, ദൈവകൃപ വേണം. പ്രിയമുള്ളവരെ, അത് ഇച്ചിരി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം ഞാൻ സൂചിപ്പിച്ചു. 42-ാം അധ്യായത്തിൻ്റെ 12-ാം വചനം പറയുന്നത് കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതകാലം മുമ്പത്തേക്കാൾ ധന്യമാക്കിയെന്നാണ്. ഈ ജോബിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി നമ്മളൊന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായിരുന്നു ജോബിൻ്റെ പ്രാർത്ഥന? ജോബിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഈ പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 23-ാം വചനവും കൂടി ഒന്ന് ചേർത്ത് വെച്ച് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ. അതിങ്ങനെയാണ് പറയുന്നത്: അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു, ജനം വഴിതെറ്റിയപ്പോഴും അവൻ ദൈവഭക്തിയിൽ, ദൈവീക കാര്യങ്ങൾ, ദൈവീക ശുശ്രൂഷയിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിന്നു. നമ്മൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്നതാണ്, ബ്രദറെ കണ്ടോ, അവരൊക്കെ എന്തെല്ലാം പാവുക, ഏതൊക്കെ മ്ലേച്ഛ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്നിട്ട് അവനൊക്കെ എന്തൊരു പച്ചപ്പായ, എന്തൊരു സമൃദ്ധിയാണ്. പക്ഷേ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വചനം പ്രഭാഷകൻ 45-23, അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു, ജനം വഴിതെറ്റിയപ്പോഴും അവൻ അവൻ്റെ ദൈവത്തിൻ്റെ വഴികളോട് ചേർന്ന്, എൻ്റെ ദാതാവിൻ്റെ വഴികളോട് ചേർന്ന്, എൻ്റെ ദൈവത്തിൻ്റെ വഴികളോട്, സംവിധാനങ്ങളോട്, ക്രമീകരണങ്ങളോട്, കൽപ്പനകളോട്, പ്രമാണങ്ങളോട് അവൻ തുറന്നു തരുന്ന വഴിയോട് ചേർന്ന് നിന്നു. അതാണ് ജോബും ചെയ്തത്. ജോബിനെ ഈ അനുഗ്രഹം പ്രാപിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻസ് കിടക്കുന്നത്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വചനങ്ങൾ. വചനം ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ നയനങ്ങൾ, എൻ്റെ കണ്ണുകൾ അങ്ങയെ ഇതാ മുഖാമുഖം ദർശിച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. ഞാൻ ഇനിയും പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ വ്യാപരിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ വ്യാപരിച്ചു കഴിയുമ്പോഴാണ് ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാം വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് കർത്താവ് നമ്മൾ നിറയ്ക്കുന്നത്. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു. അത് ഇരട്ടിയാക്കി കൊടുത്തു. അവൻ്റെ സമ്പത്ത് ഇരട്ടിയാക്കി കൊടുത്തു. എല്ലാം അത് ഇരട്ടിയാക്കി കൊടുത്തു. അതുകൊണ്ട് ഈ അനുഗ്രഹം എനിക്ക് പ്രാപിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഇവിടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, സ്നേഹിച്ച് പ്രാർത്ഥിക്കണം, ഹൃദയത്തിൽ സംവഹിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹം ലഭിച്ചതായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. അനുഗ്രഹം ലഭിച്ചതായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന യേശു പഠിപ്പിച്ച ഒരു മെത്തേഡാണത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 41-ാം വചനം യേശു പറഞ്ഞു: പിതാവേ, നീ ഇത് എനിക്ക് ചെയ്ത് തന്നതിനെ ഓർത്ത് നന്ദി പറയും. പിതാവേ, നീ ഇത് എനിക്ക് ചെയ്ത് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പോൾ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് അഡ്വാൻസായിട്ട് ഈ അനുഗ്രഹം ലാസർ ഉയർത്തെഴുന്നേറ്റായി കണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 22-23-ലും മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ 43-44-ലും ഒക്കെ പറയുന്നുണ്ട്, ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതിന്. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ, എൻ്റെ ബലി ഫലമണിയണമെങ്കിൽ ഞാനിങ്ങനെ ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഓർക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ പ്രാർത്ഥിക്കണം, ഹൃദയത്തിൽ സംവഹിച്ച്, ഇതെൻ്റേതായി ഉൾക്കൊണ്ട് ഹൃദയത്തിൽ സംവഹിച്ച് പ്രാർത്ഥിക്കണം, വേദനയോടെ പ്രാർത്ഥിക്കണം. കാരണം ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയും പറയുമ്പോൾ ദൈവം നമ്മളുടെ ഹൃദയം നുറുങ്ങിയ മേഖലയിൽ
പരാജയപ്പെടും ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം നുറങ്ങിയ മേഖലയിൽ ദൈവം പരാജയപ്പെടും. ദൈവത്വം മാറ്റി വെച്ചിട്ട് നമ്മളോടുള്ള ഹൃദയാലിവ് അങ്ങ് പ്രകടിപ്പിക്കും ദൈവ. സംഗീതം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടെ രക്ഷിക്കും. ഒരു ദൈവ പൈതൽ ആധ്യാത്മികമോ ഭൗതികമായ ഏതെങ്കിലും വിധത്തിൽ നിന്ന് ഹൃദയം തകർന്നാൽ ദൈവം ഏറ്റെടുക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ജോബിൻ്റെ പ്രാർത്ഥനയുടെ ഒരു മെത്തേഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇതിന് വലിയൊരു ഫോർമേഷനാണ്. മധ്യസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ പ്രാർത്ഥിച്ചാൽ വലിയ ദൈവകൃപ ഒഴുകും. നമ്മുടെ ഐശ്വര്യം ഇരട്ടിയായി വർദ്ധിക്കും, സമ്പത്ത് ഇരട്ടിയായി വർദ്ധിക്കും, നമ്മുടെ പ്രിവിലേജ് ഇരട്ടിയായി വർദ്ധിക്കും, സ്വർഗരാജ്യത്തിലെ നിക്ഷേപവും ഇരട്ടിയായി വർദ്ധിക്കും. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.